ഹരേ കൃഷ്ണ, എല്ലാവർക്കും ലിബിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ഒളി ക്യാമറകളും അതിന്റെ അപകടങ്ങളും. ഉത്തർപ്രദേശുകാരിയായ യുവതി സിവിൽ സർവീസ് പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായി ഡൽഹിയിലെ ഷഗൽപൂരിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു വരികയായിരുന്നു. ഈ യുവതി ആ വാടക വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. കെട്ടിട ഉടമയുടെ മകനായ കരൺ ഈ യുവതി താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്ത നിലയിലാണ് താമസിച്ചിരുന്നത്. ഇടയ്ക്ക് യുവതി നാട്ടിലേക്ക് പോയപ്പോൾ താൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ താക്കോൽ കരണിനെ ഏൽപ്പിച്ചു. നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയ യുവതി വീണ്ടും കരണിന്റെന്ന് താക്കോൽ മേടിച്ച് താമസിച്ചു വരികയായിരുന്നു. അതിനിടെയാണ് തന്റെ വാട്സപ്പ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ചില അസ്വാഭാവികതകൾ യുവതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തന്റെ വാട്സപ്പ് അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്ത മറ്റുപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ആ യുവതി പരിശോധിച്ചപ്പോൾ അപരിചിതമായ ഒരു ലാപ്ടോപ്പും ആ ലിസ്റ്റിൽ കണ്ടെത്തി. ഉടൻ തന്നെ ആ യുവതി അത് ലോഗൌട്ട് ചെയ്തു. ഇതോടെയാണ് തന്നെ ആരോ പിന്തുടരുന്നുണ്ടെന്ന സംശയം ആ യുവതിക്ക് ഉണ്ടായത്. പിന്നീട് താൻ വാടകയ്ക്ക് താമസിച്ചു വരുന്ന അപ്പാർട്ട്മെന്റിൽ യുവതി നടത്തിയ തെരച്ചിലിൽ ഒളി ക്യാമറ കണ്ടെത്തി. ശുചിമുറിയിലെ ബൾബ് ഹോൾഡറിൽ ക്യാമറ ഘടിപ്പിച്ചത് കണ്ടെത്തിയതിന് പിന്നാലെ യുവതി ഈ വിവരം പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തി ആ യുവതി താമസിക്കുന്ന വാടക വീട്ടിൽ പരിശോധിച്ചപ്പോൾ ആ യുവതിയുടെ കിടപ്പ് റൂമിലും സമാന രീതിയിൽ ക്യാമറ ഘടിപ്പിച്ചതായി പോലീസ് കണ്ടെത്തി. മുറിയിൽ മറ്റാരെങ്കിലും വരാറുണ്ടോ എന്ന് പോലീസ് യുവതിയോട് ചോദിച്ചു. താൻ നാട്ടിൽ പോയപ്പോൾ താക്കോൽ വീട്ടുടമസ്ഥന്റെ മകനായ കരണിനെ ഏൽപ്പിച്ചതായി ആ യുവതി പോലീസിനോട് പറഞ്ഞു. തുടർന്ന് പോലീസ് കരണിനെ ചോദ്യം ചെയ്തു. ആദ്യമൊക്കെ തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും പോലീസിന്റെ ചോദ്യം ചെയ്യേണ്ട രീതി മാറിയപ്പോൾ കരൺ കുറ്റസമ്മതം നടത്തി. 3 മാസം മുൻപ് ആ യുവതി നാട്ടിൽ പോകുമ്പോൾ ആ മുറിയുടെ താക്കോൽ തന്നെ ഏൽപ്പിച്ചിരുന്നതായി കരൺ പറഞ്ഞു. ഈ അവസരം മുതലെടുത്ത് ഇലക്ട്രോണിക് മാർക്കറ്റിൽ നിന്നും വാങ്ങിയ 3 രഹസ്യ ക്യാമറകൾ കിടപ്പ് മുറിയിലും കുളിമുറിയിലും സ്ഥാപിച്ചതായി കരൺ പോലീസിനോട് പറഞ്ഞു. ഓൺലൈനായി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതായിരുന്നില്ല ഈ ക്യാമറകൾ. ദൃശ്യങ്ങൾ ക്യാമറയ്ക്കൊപ്പം സ്ഥാപിക്കുന്ന മെമ്മറി കാർഡുകളിലാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നത്. അതിനാൽ റെക്കോർഡ് ചെയ്ത വീഡിയോകൾ തന്റെ ലാപ്ടോപ്പിലേക്ക് മാറ്റുന്നതിനായി മുറിയുടെ അറ്റകുറ്റപ്പണികളുടെ പേരും പറഞ്ഞ് ആ യുവതിയുടെ കയ്യിൽ നിന്ന് പല തവണകളായി ആ കിരൺ താക്കോൽ മേടിച്ചിരുന്നു. അന്വേഷണത്തിനിടെ കരണിൽ നിന്ന് മറ്റൊരു ക്യാമറയും റെക്കോർഡ് ചെയ്ത വീഡിയോകൾ സൂക്ഷിച്ചിരുന്ന 2 ലാപ്ടോപ്പുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ പ്രതി ശാരീരിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്നും പോലീസ് വ്യക്തമാക്കി. അതേതായാലും നന്നായി. മര്യാദയ്ക്ക് ശരീരത്തിന് സുഖമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇതിലും വലുത് സമൂഹത്തിൽ കാട്ടിക്കൂട്ടിനെ. എന്തായാലും ഈ 30കാരനായ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് വിശ്വസിച്ചാണ് നമ്മൾ ഈ വാടക വീട്ടിലൊക്കെ താമസിക്കുക? ദയവേത് എല്ലാവരും ശ്രദ്ധിക്കുക. അതിനുള്ള മുൻകരുതലൊക്കെ നിങ്ങൾ എല്ലാവരും എടുക്കാം. സൂക്ഷിക്കുക. എല്ലാവരുടെയും ബാത്റൂമിലും അതുപോലെ തന്നെ കിടപ്പുമുറിയിലൊക്കെ സൂക്ഷിക്കുക. വല്ലതും ക്യാമറകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ സൂക്ഷിച്ചിട്ട് വേണം നമ്മളതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഹോട്ടൽ റൂമിൽ പോകുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ഒക്കെ സൂക്ഷിക്കുക. വല്ല ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ. ഇപ്പം ഗ്ലാസിൻ്റെ പുറകെ വരാം. അതായത് നമ്മൾ നോക്കുന്ന കണ്ണാടിയുടെ പിറകിൽ, അതുപോലെ തന്നെ ഡോറിൻ്റെ ഹാൻഡിലുമേ, അതുപോലെ ചെറിയ ചെറിയ സ്ക്രൂമേ ഒക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. കുളിമുറിയിൽ, അതുപോലെ തന്നെ കിടപ്പുമുറിയിൽ, അങ്ങനെ പല രീതിയിലും പലയിടത്തായിട്ട് ഈ ഒളി ക്യാമറകൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിലും സൂക്ഷിക്കേണ്ടതുണ്ട്. അറിയാത്ത ആൾക്കാരൊക്കെ വന്നിട്ട്, അതുപോലെ തന്നെ അടുത്തുള്ള പിള്ളേര്, പലരാരാണ് ശത്രുക്കളെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം എല്ലാവരും ദയവേത് സൂക്ഷിക്കുക, മുൻകരുതൽ എടുക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്.